നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് കോപ്പർ നമുക്ക് 2025 എത്രത്തോളം റിട്ടേൺ തന്നിട്ടുണ്ട്, തുടർന്നുള്ള വർഷം കോപ്പർ നമുക്ക് എത്രത്തോളം റിട്ടേൺ തരാനുള്ള ചാൻസ് ഉണ്ട്, നമുക്ക് കോപ്പറിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. 2025 കോപ്പർ നമുക്ക് 50% റിട്ടേൺ ആണ് തന്നിരിക്കുന്നത്. കോപ്പർ ലീഡിംഗ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന 5 കൺട്രികൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. 2024 കണക്കാണിത്. ഏറ്റവും കൂടുതൽ കോപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചില്ലിയിലാണ്. 5.3 മില്യൺ മെട്രിക് ടൺസ് ആണ് കോപ്പർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ചില്ലിയിൽ 2024. അതുപോലെ കോങ്കോ നോക്കുവാണെങ്കിൽ 3.3 മില്യൺ മെട്രിക് ടൺസ് ആണ് കോപ്പർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പെറു 2.6 മില്യൺ മെട്രിക് ടൺസും, അതുപോലെ ചൈന 1.8 മില്യൺ മെട്രിക് ടൺസും, യുണൈറ്റഡ് സ്റ്റേറ്റ് 1 മില്യൺ മെട്രിക് ടൺസ് കോപ്പറുമാണ് 2024 വർഷം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് വേൾഡ് ഫുള്ള് ലോകം മുഴുവൻ നോക്കുവാണെങ്കിൽ 48% കോപ്പർ ഉപയോഗിക്കുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷനും, 24% എഞ്ചിനീയറിംഗിനും, ഇലക്ട്രിക് സെക്ടറിലേക്ക് 17%, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ 7%, ബാലൻസ് വരുന്ന 4% മാത്രമാണ് ബാക്കിയുള്ള പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വെഹിക്കിൾ നോക്കുവാണെങ്കിൽ ഇപ്പം കാറ്, ഇപ്പം നമ്മൾ പെട്രോൾ ഒക്കെ യൂസ് ചെയ്യുന്ന കാറുകളിൽ ഒരു 22 കിലോഗ്രാം കോപ്പറാണ് ഒരു കാറിന്റെ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇലക്ട്രിക് വെഹിക്കിളിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു കാറിന് 40 കിലോഗ്രാം കോപ്പറാണ് പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ ബാറ്ററി ആൻഡ് ഇലക്ട്രിക് കാറിലോട്ട് വരുമ്പോഴത്തേന് 83 കിലോഗ്രാം കോപ്പറാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ വിൻഡ് മില്ല് നോക്കുവാണെങ്കിൽ 4.7 ടൺ ഓഫ് കോപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതിൽ 53% കേബിളും വയറിങ്ങിന് വേണ്ടി, 24% പവർ ജനറേഷനും, 4% ട്രാൻസ്ഫോമറിനും, 19% ടർബിൻ ട്രാൻസ്ഫോമറിനും വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ സോളാറിന്റെ പ്രൊഡക്ഷൻ ടൈമിലും കോപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. 2025 വരെ നോക്കുവാണെങ്കിൽ കോപ്പറിന് സർപ്ലസ് ആണ്. 2026 ആകുമ്പോഴത്തേനും കോപ്പറിന് ഡെഫിസിറ്റ് വരാനാണ് ചാൻസ്. ഏതാണ്ട് ഒരു 1,50,000 ടൺ, ഏതാണ്ട് ഒരു 0.15 മില്യൺ ഡെഫിസിറ്റ് ഷോർട്ടേജ് വരാനാണ് ചാൻസ്. ടോട്ടൽ കോപ്പറിന്റെ പ്രൊഡക്ഷൻ നോക്കുവാണെങ്കിൽ 23 മില്യൺ ആണ്. ഇപ്പൊ 23 മില്യണിൽ ഒരു 0.15 മില്യൺ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലംസ് വരില്ലെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ നമുക്ക് 2006, 2008 നോക്കുവാണെങ്കിൽ കോപ്പറിന്റെ പ്രൈസ് ഒരു 3 മടങ്ങായിട്ട് കൂടിയതായിട്ട് കാണാൻ സാധിക്കും. അതിനുള്ള മെയിൻ കാരണം കോപ്പറിന് ഷോർട്ടേജ്, അതായത് ഡെഫിസിറ്റ് വന്നത് കൊണ്ടാണ്. ഇത് 2% താഴെയാണ് 2006, 2008 കോപ്പറിന്റെ ഡെഫിസിറ്റ് വന്നത്. ആ ടൈമിലും 3 ഇരട്ടി പ്രൈസ് ആണ് കോപ്പറിന് കൂടിയത്. അപ്പൊ നമുക്ക് കോപ്പറിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനൊന്ന് കണ്ടു നോക്കാം. നമുക്കിപ്പോൾ കോപ്പറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ETF ഒന്നും അവൈലബിൾ അല്ല. ഇപ്പൊ നമുക്ക് കോപ്പറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റോക്ക് മാത്രമാണ് ആണുള്ളത്. അത് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് ആണ്. അപ്പം ഞാൻ ഇത് ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. നമുക്ക് ആകെ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിൽ മാത്രമാണ് നമുക്ക് കോപ്പറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കോപ്പറിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസിന്റെ എല്ലാം ബേസിസിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ഈ വീഡിയോ ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. ഞാനൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്.